ഏത് തരത്തിലുള്ള ചില്ല് കുപ്പികളും നമ്മൾ ഇവിടെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഞാനും ചിങ്കാരിയും. ഇത് ഞങ്ങളുടെ പള്ളിയാണ്. ഈ ഒരു പള്ളിയുടെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ഒരു ശിലാഫലകം പോലെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ബിൽഡിങ്ങിൽ മുൻപ് താമസിച്ചിരുന്ന ആളുകളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഹിയർ വോണ്ട് എ ലീഡിയ യുങ് ബുൾട്ട്, അതായത് യുങ് ബുൾട്ട് എന്ന് പറയുന്ന ഫാമിലിയിലെ മെമ്പേഴ്സാണ് ഇവിടെ താമസിച്ചിരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. 1866, 67 എന്നീ കാലഘട്ടങ്ങളിലൊക്കെയാണ് അവർ ഇവിടെ ജീവിച്ച് പോന്നിരുന്നത് എന്നാണ് ആ ഒരു ഫലകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്കും കൂടെ കയറി. അതിന് ശേഷമാണ് ഇങ്ങോട്ടുള്ള യാത്ര. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ കുപ്പികൾ ഡിസ്പോസ് ചെയ്യാനാണ്. ഈ കാണുന്നതാണ് കുപ്പികൾ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ കുപ്പികളെല്ലാം ഡിസ്പോസ് ചെയ്യുന്നത്. പല നിറത്തിലുള്ള കുപ്പികൾ നമുക്ക് വാങ്ങുമ്പോൾ ഇവിടെ നിന്ന് കിട്ടും. അത് മദ്യക്കുപ്പികളായാലും ബിയറിൻ്റെ കുപ്പികളായാലും ജാമിൻ്റെ കുപ്പികളായാലും അതുപോലെയുള്ള പല രീതിയിലുള്ള കുപ്പികൾ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ക്ലൈഡ്, അതായത് നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ഷൂഹെ കളയാനുള്ള സ്ഥലം. നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സോ ഷൂവോ നമുക്കങ്ങനെ പുറത്ത് വലിച്ചെറിയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത് അവിടെയാണ് നമുക്ക് നിക്ഷേപിക്കേണ്ടത്. പിന്നീടുള്ള സ്ഥലങ്ങളിലാണ് ഗ്രീൻ അല്ലെങ്കിൽ ബ്രൗൺ അതുപോലെയുള്ള വൈറ്റ് കളറുള്ള കുപ്പികൾ ആ ബോക്സുകളിലാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മൾ കൊണ്ടുവന്ന കുപ്പികളിലെ അതിൻ്റെ അടപ്പുകളെല്ലാം നമ്മൾ റെസ്റ്റ് മ്യൂളിൽ ഇട്ടതിന് ശേഷമാണ് ഈ കുപ്പി മാത്രമാണ് അതിലേക്ക് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ സേഫായിട്ട് നമ്മൾ ആ ഒരു ബോക്സിലേക്ക് നിക്ഷേപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ബാർബിക്യൂ സോസ് മേടിക്കുമ്പോഴും ഇതുപോലെയുള്ള കുപ്പികളെല്ലാം ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു കുപ്പി നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസയൊന്നും കിട്ടില്ല. നമുക്ക് മറ്റുള്ള പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഇവിടെ നമുക്ക് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റീസൈക്ലിംഗ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫാൻഡ് എന്ന് പറയുന്ന ഒരു പൈസ നമുക്ക് ലഭിക്കും. അതിനോടനുബന്ധിച്ച് നമ്മൾ അടുത്തുള്ളൊരു അരുവിയിലേക്കും പോയി. അങ്ങനെ ഇന്നത്തെ ദിവസം സൂപ്പറായി കഴിഞ്ഞു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ബൈ, ചൂസ്.